ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ സമോസ ഷീറ്റ്സ് കൊണ്ട് വളരെ എളുപ്പത്തിൽ എങ്ങനെ ചട്ടിപ്പത്തിരി ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ഇതിന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ വേണ്ടുള്ളൂ. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? അതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഞാനിവിടെ 4 മുട്ട എടുത്തിട്ടുള്ളത്. 4 വലിയ സൈസിലുള്ള മുട്ടയാണ്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്തിട്ടുണ്ട്. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വരണം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഏലക്കായ പൊടിച്ചത് ചേർക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. ഇത് പശു നെയ്യാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറോ ഇല്ലെങ്കിൽ ഓയിലോ യൂസ് ചെയ്യാം, പക്ഷേ നല്ല ടേസ്റ്റ് നെയ്യിൻ്റെയാണ്. ഇനി ഇതിലേക്ക് ഒരു 10ഓളം കശുവണ്ടി എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് നുറുക്കിയതാണ്. അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കിസ്മിസും കൂടി ചേർത്ത് ഗോൾഡൻ കളറാവുന്നവരെ ഒന്ന് വറുത്ത് കോരാം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റാം. ഇനി ഈ നെയ്യിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ടക്കൂട്ട് കുറേശ്ശായി ചേർത്ത് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇളക്കിക്കൊണ്ടിരിക്കുക. അത് ഒരുപാട് വലിയ മണികളായിട്ട് വരരുത്. ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നാൽ ഇത് മാറ്റാം. ഇതിപ്പോൾ ഞാൻ 2 തവണയായിട്ടാണ് ചെയ്തത്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ബൗളിലേക്കോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റിലേക്കോ 2 മുട്ട പൊട്ടിച്ച് ചേർക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുക. ഒരു 1/2 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. പഞ്ചസാര നന്നായിട്ട് മെൽറ്റാവുന്ന വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഞാനിവിടെ ഒരു ലോഫ് പാനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ലോഫ് പാൻ ഇല്ലെങ്കിൽ നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യാൻ എടുക്കുന്ന സ്ക്വയറായിട്ടോ ഇല്ല റെക്റ്റാങ്കിളായിട്ടോ ഒക്കെയുള്ള പാൻ എടുക്കാം. ഇനി അതിലേക്ക് ഞാൻ നെയ്യ് തടവിയിട്ടുണ്ട്. കുറച്ച് റവയും കൂടി സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇത് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ട മിക്സിലേക്ക് ഒരു സമൂസ ഷീറ്റായിട്ട് മുക്കി അതിൽ പാനിൽ നിരത്തുക. അപ്പോൾ ഫസ്റ്റ് ലെയർ ഞാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ നമ്മളിവിടെ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട മിക്സ് ചേർക്കുക. നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെക്കൻഡ് ലെയർ സമൂസ ഷീറ്റ് മുക്കി അതിൻ്റെ മേലെ വെക്കാം. ഇനി അതിൻ്റെ മേലെ വീണ്ടും നമ്മൾ മുട്ട സ്ക്രാമ്പിൾ ചെയ്ത് മിക്സ് ചേർക്കാം. ഇങ്ങനെ ഞാനൊരു 6 ലെയറാണ് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കൂടുതൽ ലെയർ വേണമെങ്കിൽ ഒരു 8 ലെയർ വരെ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് മധുരമുള്ളത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സമൂസക്കൊക്കെ ചെയ്യുന്ന പോലെ ചിക്കൻ വെച്ചിട്ടോ മീറ്റ് വെച്ചിട്ടൊക്കെ ഇതുപോലെ മസാല ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ എല്ലാ ഷീറ്റ്സും ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി വന്ന മുട്ട അതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കണം. ഇനി അതിൻ്റെ മേലും കൂടി കുറച്ച് റവ തൂവി ഒരു അലുമിനിയം ഫോയിൽ കൊണ്ട് കവർ ചെയ്യുക. ഞാനിവിടെ പോട്ട് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഇറക്കി വെച്ച് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പം നമ്മളുടെ ചട്ടിപ്പത്തിരി റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക്സ് അറിയിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.